നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അർജന്റീനക്ക് ഒളിമ്പിക്സിലെ നിർണായക പോരാട്ടമാണ്. ആദ്യ കളിയിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഈ കളിയിൽ വിജയിച്ചില്ലെങ്കിൽ അർജന്റീന ഏതാണ്ട് പുറത്തേക്കുള്ള വഴിയിലേക്കായി പോകും. അതുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് സുപ്രധാനമാണ്. ഇറാഖിനെതിരെ ഇന്ന് വൈകിട്ട് 6:30 കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഹാവിയർ മഷറാനോയും സംഘവും ചിന്തിക്കുന്നേയില്ല. ഇന്നത്തെ മത്സരത്തിൽ അർജന്റീന ചില മാറ്റങ്ങൾ വരുത്തിയേക്കും. മാറ്റങ്ങളുമായിട്ട് ടീം ഇറങ്ങാനാണ് സാധ്യത എന്നാണ് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തത്. അവരുടെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ നിരീക്ഷിച്ച ശേഷം ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോൾ കീപ്പറായിട്ട് ജെറോണിമോ റുള്ളി തന്നെ ഉണ്ടാകും. അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ ബ്രൂണോ അമിയോൺ കളിക്കളത്തിലേക്ക് വന്ന് മികച്ച പ്രകടനം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യ 11ലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഹൂലിയോ സോളർ പുറത്തിരിക്കും. ദെൻ ജോക്കിൻ ഗാർസിയ, മാർക്കോ ഡി സെസാർ, നിക്കോളാസ് ഓട്ടാവെൻഡി എന്നിവർ ഡിഫൻസിൽ മറ്റ് പൊസിഷനുകളിൽ ഇറങ്ങുകയും ചെയ്യും. മധ്യനിരയിലേക്ക് വരുമ്പോൾ ഇക്കി ഫെർണാണ്ടസിൻ്റെ പരിക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഇക്കി ഫെർണാണ്ടസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെ വേണം കരുതാൻ. സാന്റിയാഗോ ഹെസ്നെ അപ്പോൾ പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓൾറെഡി അദ്ദേഹം റിക്കവേർഡ് ആണ് എന്നുള്ളത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ബൂസ്റ്റ് കൊടുക്കും. ദെൻ ക്രിസ്ത്യൻ മെഡീന, തിയാഗോ അൽമെയ്ഡ എന്നിവർ സ്വാഭാവികമായിട്ടും മധ്യനിരയിൽ ഉണ്ടാവുകയും ചെയ്യും. ഗെവിൻ സെനോന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത്. അതേസമയം മുന്നേറ്റത്തിൽ ഹൂലിയൻ ആൽവാരസ് കഴിഞ്ഞ കളിയിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അദ്ദേഹം പുറത്തെടുത്തില്ല എന്നൊരു തോന്നലാണ് ഉണ്ടായത്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പൊസിഷൻ സേഫാണ്, അദ്ദേഹം കളിക്കും. അതേസമയം അദ്ദേഹത്തിന്റെ മുന്നേറ്റ നിരയിലെ സഹതാരമായിരുന്ന ലൂക്കാസ് ബെൽട്രന്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. സോ മൊറോക്കോക്കെതിരെ ഉള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ലൂസിയാനോ ഗുണ്ടോ അല്ലെങ്കിൽ ഹൂലിയാനോ സിമയോണി ഇവരിൽ ആരെങ്കിലും ആ പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ അർജന്റീനയുടെ ഒരു 11ലേക്ക് പോയാൽ ഗോൾ കീപ്പറായിട്ട് ജെറോണിമോ റുള്ളി, ഡിഫൻസിൽ ജോക്കിൻ ഗാർഷ്യ, മാർക്കോ ഡി സെസാർ, നിക്കോളാസ് ഓട്ടാമെൻഡി, ബ്രൂണോ അമിയോൺ. മധ്യനിരയിലേക്ക് വരുമ്പോൾ ഇക്കി ഫെർണാണ്ടസ്, ക്രിസ്ത്യൻ മെഡിന, ടിയാഗോ അൽമെയ്ഡ, കെവിൻ സെനോൻ അദ്ദേഹത്തിൻ്റെ കാര്യം ഡൗട്ടാണെങ്കിൽ പോലും അദ്ദേഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മുന്നേറ്റത്തിൽ ഹൂലിയൻ ആൽവാരസ് ഷുവറാണ്. ലൂക്കാസ് ബെൽട്രൻ ഓർ ലൂസിയാനോ ഗുണ്ടോ അല്ലെങ്കിൽ ഹൂലിയാനോ സിമിയോണി ഇതിലാരെങ്കിലും ഒരാളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചുരുക്കത്തിൽ മാറ്റങ്ങളുമായിട്ട് അർജന്റീന ഇറങ്ങുന്നത് ഈ മത്സരം വിജയിക്കാൻ തന്നെയാണ്. വിജയിച്ചെങ്കിൽ മാത്രമാണ് സാധ്യതകൾ ജ്വലിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടാതെ അർജന്റീന ഇറങ്ങുമ്പോൾ ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. മറക്കേണ്ട സമയം രാത്രി വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 അർജന്റീന വേഴ്സസ് ഇറാഖ് പോരാട്ടം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.